അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കിടില റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ പീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഈ റെസിപ്പി. എന്നാൽ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. എന്നാൽ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം അല്ലേ. അരമുറി തേങ്ങ ചിരവിയത്, 2 സവാള ചെറുതായി മുറിച്ചത്, വെളിച്ചെണ്ണ, ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കൂന്തൽ 1 കിലോ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില. ഒരു പാന് ചൂടാക്കിയിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറുതായി മുറിച്ച സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. സവാളയിൽ നിന്നും കൂന്തലിൽ നിന്നും ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് വരെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് സവാള ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. സവാള ചെറിയൊരു ബ്രൗൺ കളറായി വന്നാൽ ചെറുതായി മുറിച്ച പച്ചമുളക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ചെറുതായി മുറിച്ച കൂന്തലും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ 2 പിടി തേങ്ങയും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂന്തലിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. കണ്ടില്ലേ, വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൽ ഒരുപാട് വെള്ളം ഇറങ്ങി വന്നത്. കറി പോലെയാണ് വേണ്ടതെങ്കിൽ 5 മിനിറ്റ് വെന്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ. എനിക്ക് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം. എനിക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരണം. പിന്നെ കറിവേപ്പില കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൂന്തൽ പീര കാണാൻ നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ കൂന്തൽ പീര റെഡിയായി. Thanks for watching.